ശരിക്കും വമ്പൻ ട്വിസ്റ്റാണ് ഈ ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ദൈനംദിന പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോധം കെടുത്തിയിട്ടാണ് ഇദ്ദേഹം ഈ ജോൺസൺ എന്ന് പറയുന്ന കൊലപാതകി ആതിരയെ ലൈംഗികതയിലേക്ക് കൊണ്ടുപോയത്. തുടർന്നാണ് കഴുത്തിൽ കത്തിവെച്ചത്. അങ്ങനെ ഒരു കാര്യം ഇപ്പം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു വസ്തുതയാണോ? ബോധം കെടുത്തിയിട്ടാണോ? അതിലെത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം, കാരണം അതിമാരകമായാണ് ഒരു പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയത് എന്നുള്ളത്. അതായത് ഈ പൂജാരിയുമായിട്ട് ഈ ഒരു കല്യാണാലോചന ആതിരയ്ക്ക് വരുന്നു. വന്ന സമയത്ത് പിന്നെ കുടുംബത്തിലുള്ളവർ സമ്മതിക്കുന്നു, ശരി നല്ല ആലോചനയാണ്. പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ പെൺകുട്ടിക്കും സമ്മതമാണ്. ഒരു പൂജാരി എന്ന് പറയുമ്പോൾ 365 ദിവസം അമ്പലത്തിൽ പോകണം, അവധിയില്ല. അപ്പോൾ മാത്രമല്ല, ചില സമയങ്ങളിൽ ശാരീരികമായുള്ള ബന്ധങ്ങളും പാടില്ല എന്നുള്ളതുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷകരമായ ജീവിതം ആതിരയും ഭർത്താവായ പൂജാരിയും നടത്തുന്നു. പിന്നീട് ഒരു മകനുണ്ടാകുന്നു. മകൻ സ്കൂളിൽ പോയ സമയത്താണ്, അതായത് സ്കൂളിൽ പോയി തുടങ്ങിയ സമയത്താണ് ആതിര ഒറ്റയ്ക്കിരുന്ന് മടുത്തപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടക്കുന്നത്. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നു. പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നു. ആ റീൽസ് കുറേ പേർ കാണുമ്പോൾ, സ്വാഭാവികമായിട്ട് ഒരു റീൽസ് ഒരു 500 പേര് കാണുമ്പോൾ നമുക്കായാലും ഇനി അടുത്തതിടുമ്പോൾ ചിലപ്പോൾ 1000 പേര് കാണും എന്നൊക്കെ ഉള്ള നമുക്കൊരു വരുമാനത്തിനപ്പുറം നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ആതിര ഇതിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ റീൽസ് ഇട്ട് തുടർച്ചയായിട്ടപ്പോഴാണ് ഈ ജോൺസൺ എന്ന് പറയുന്ന ആളുമായി കൊളാബ് ചെയ്ത് റീലിടാനായി തുടങ്ങുന്നത്. പിന്നീട് അത് വേറെ വഴിവിട്ട ബന്ധങ്ങളിലേക്കൊക്കെ പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇയാളുമായിട്ട് ബന്ധം ഉണ്ട്. മാത്രമല്ല, ഇയാൾ ഭാര്യയെ ഉപേക്ഷിച്ച് വിവാഹമോചനം നേടിയ ആളാണ്. അപ്പോൾ പലപ്പോഴും 3 മക്കളുണ്ട്. പലപ്പോഴും ഇയാൾ, നീ കുഞ്ഞിനെയും കൊണ്ട് വാ, കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വരണ്ട, കുഞ്ഞിനെയും കൊണ്ട് എന്നോടൊപ്പം വന്ന് ജീവിക്ക് എന്ന് പലവട്ടം ആതിരയോട് പറഞ്ഞപ്പോഴും ഈ പൂജാരിയെ വിട്ടിട്ട് പോവാനുള്ള, അതായത് ഒരു സൈഡിൽ ഈ വീട്ടുകാരറിയാതെ ഈ ബന്ധം കൊണ്ടുപോകണം, അതായത് ലൈംഗികമായ സുഖവും ആസ്വദിച്ചുകൊണ്ട് ഈ ബന്ധം, ജോൺസണുമായുള്ള ബന്ധം കൊണ്ടുപോകണം. ഒരു ഭാഗത്ത് ഭർത്താവും മോനുമായി സന്തോഷകരമായ ജീവിതം നയിക്കണം എന്നുള്ളതാണ് ആതിര ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ തനിക്ക് ആതിര നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം വല്ലാതെ ജോൺസനെ അലട്ടി എന്നുള്ളതാണ്. കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്നു, മക്കളില്ല കൂടെ, ഭാര്യയില്ല കൂടെ, ആകെ കൂടി പിന്നെ സംസാരിക്കുന്നത് ആതിരയുമായിട്ടാണ്. പിന്നെ മാനസികമായി ജോൺസൺ ആതിരയുമായി കൂടുതൽ അടുത്തു എന്നുള്ളതാണ്. അപ്പോഴും ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞതിനൊരു തീരുമാനം വച്ചിരുന്നുവെങ്കിൽ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വരില്ല, നമുക്ക് നല്ല സുഹൃത്തുക്കളായി, അല്ലെങ്കിൽ അതിനപ്പുറം ഉഭയകക്ഷി സമ്മതപ്രകാരം നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല. അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പലരും ഇപ്പോൾ പറയുന്നു, ഇന്നലത്തെ ഒരു വാർത്തയിൽ, ഞാൻ ഗൗതവും ചെയ്ത ഒരു വാർത്തയിൽ ഒരാൾ പറയുന്നു, വിവരമില്ലാത്തവനാണ്, അതുകൊണ്ട് അതിൽ പറയേണ്ട കാര്യമില്ലെങ്കിൽ പറഞ്ഞു പോവുകയാണ്, വിവാഹേതര ബന്ധങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് ചേച്ചിക്ക് 100 മാർക്ക്. വിവാഹേതര ബന്ധങ്ങൾ നല്ലതാണെന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക്, വിവാഹം കഴിഞ്ഞ ഒരാൾക്ക് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നിയാൽ അവർക്ക് സമ്മതമുണ്ട് എങ്കിൽ ആ ലൈംഗിക ബന്ധം തെറ്റല്ല എന്ന് ഞാനല്ല, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് വിവാഹം കഴിഞ്ഞ ഒരു പുരുഷനുമായി ലൈംഗിക ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറഞ്ഞാൽ, ഉഭയസമ്മതപ്രകാരം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും താല്പര്യത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം തെറ്റല്ല എന്നാണ്, നിയമപരമായി തെറ്റല്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ച സ്ത്രീകളെല്ലാം കൂടി പുരുഷന്മാരെ നെഞ്ചത്ത് നിന്ന് കയറണമെന്നും, പുരുഷന്മാരല്ല സ്ത്രീകളെ നെഞ്ചത്ത് നിന്ന് കയറണമെന്നും അല്ല പറയുന്നത്. ആദ്യം വാർത്ത എന്താണെന്ന് കേട്ടിട്ട് വേണം ചില ചൊറിച്ചിലുകാർ സംസാരിക്കാൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിലുള്ള ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂജാരിയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതായത് ഈ ആതിരയ്ക്ക് എന്തുകൊണ്ട് ഈ പൂജാരിയുമായിട്ടുള്ള ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല? എന്തുകൊണ്ട് അവർ ഈ ഒരു ജോൺസൺ എന്ന് പറയുന്നത് ഒരു അന്യ മതസ്ഥനാണ്, അതിൽ കുറച്ച് പ്രശ്നമില്ലെങ്കിലും അയാളൊരു അന്യമതസ്ഥനാണ്, ജോൺസൺ ഏലിയാമ അങ്ങനെ എന്തോ അല്ലേ അദ്ദേഹത്തിൻ്റെ പേര്. അയാളുമായിട്ട് അദ്ദേഹം ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. എന്താണ് ഫിസിയോതെറാപ്പി എന്നുള്ളത് ആളുകൾക്ക് അറിയാം. അപ്പം എന്തുകൊണ്ട് അയാളുമായിട്ട് ഈ ബന്ധത്തിലേക്ക് ഇവർ പോകാൻ കാരണം? പൂജാരിയുമായിട്ട് ഏത് രീതിയിലുള്ള അസ്വാരസ്യങ്ങളാണ് ഇവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നത്, ഈ ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്നത് എല്ലാം ചർച്ചയാക്കേണ്ട, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കൊല ചെയ്യുന്നതിന് ഏതാണ്ട് 4-5 ദിവസം മുമ്പ്, അതായത് ഒരാഴ്ച മുമ്പ് വരെ ഇയാൾ ഒരു ബുള്ളറ്റ് വണ്ടിയിൽ
തിരുവനന്തപുരത്തെ ചില നഗരപ്രദേശങ്ങളിൽ ഈ ആതിരയും കൂട്ടി കറങ്ങിയിരുന്നു എന്ന് പോലീസിന് ഇപ്പം മൊഴി കൊടുത്തതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ, അതായത് ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ, ഈ കൊല നടക്കുന്നത് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിരന്തരമായിട്ട് ആതിരയെ വിളിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് തനിക്ക് വരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതായിരുന്നു ആതിരയുടെ ഏറ്റവും ആദ്യത്തെ ഒരു സംഗതി, ഇയാളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് പോകണമെന്നൊരു താല്പര്യമുണ്ട്, പക്ഷേ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഈ ജോൺസൺ പറയുന്നു, വേണ്ട, എന്നാൽ കുഞ്ഞിനെയും കൂട്ടിയിട്ട് വാ, കുഞ്ഞിനെയും നമുക്ക് ഒരുമിച്ച് നോക്കാം, എൻ്റെ മകനെപ്പോലെ ഞാൻ കുഞ്ഞിനെ, അല്ലെങ്കിൽ മകളെപ്പോലെ കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കാമെന്ന് ഈ ജോൺസൺ പറയുന്നു. അപ്പോഴവിടെ ആതിര മൊത്തത്തിൽ കുടുങ്ങിപ്പോയി. കാരണം ഇയാൾ എല്ലാത്തിനും തയ്യാറാവുകയാണ്. ഒരു ദാമ്പത്യമാണ് യഥാർത്ഥത്തിൽ ഇയാൾ ആഗ്രഹിച്ച് നടക്കുന്നത്. തൻ്റെ ഉത്തമയായിട്ടുള്ള ഒരു ഭാര്യയെ യഥാർത്ഥത്തിൽ ആതിരയിലൂടെ ഇയാൾ കണ്ടെത്തി. കാരണം ഇദ്ദേഹം ഓൾറെഡി ഡൈവോഴ്സ് ആയിട്ടുള്ള ഒരു ആളാണ്. പക്ഷേ ഇതിൽ ആതിര വില്ലിങ് ആയിരുന്നില്ല. ഇതിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികാരം ഉടലെടുക്കുന്നത്. അപ്പം നേരത്തെ തന്നെ ഒരുപാട് രീതിയിൽ ആതിരയെ ഭീഷണിപ്പെടുത്തിയ ഒരാളെ എന്തിന് ആ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവർ മകനെ സ്കൂളിൽ വിട്ടതിന് ശേഷം പൂജാരി 5 മണിക്ക് അമ്പലത്തിലേക്ക് പോയതിന് ശേഷം വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ആ സമയത്ത് വിളിച്ചു കയറ്റി എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ്. കാരണം ഇയാളൊരു പ്രശ്നക്കാരനാണെന്ന് ഓൾറെഡി ഉള്ള സൂചനകൾ മുഴുവൻ ഇയാൾ നൽകി കഴിഞ്ഞു. ഗൗതം, ഇതിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോകളെല്ലാം ഇയാൾ ആതിര അറിയാതെ ഫോണിൽ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ 2500 രൂപയെന്ന് പോലീസ് പറയുന്നു, 25,000 രൂപയെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ കൊടുത്ത പണമാണ്. അപ്പോൾ അത് തിരികെ നൽകാം, ആ വീഡിയോസൊക്കെ തിരികെ നൽകാം, നിന്നെ വന്ന് ഞാൻ കണ്ടിട്ട് തിരികെ നൽകാം എന്ന് പറഞ്ഞാണ് ഇയാൾ വന്നതെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി ഇതെല്ലാം അവസാനിപ്പിച്ച്, ഇതുവരെ ചെയ്തത് തെറ്റായിപ്പോയി, ഇതെല്ലാം അവസാനിപ്പിച്ച് നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കുക, ഇവിടെ വെച്ച് നിർത്താം, ഇയാൾ ഒരു സൈക്കോയുടെ രീതിയിലാണ് പെരുമാറിയതെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും എന്നാ വന്നോളൂ എന്ന് പറഞ്ഞായിരിക്കും ഈ പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ആ സമയത്ത് ചായ വേണമെന്ന് പറയുന്നു. ഇനി ഇയാൾ എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ ബോധം കെടുത്തിയത് ഇതൊന്നും അറിയില്ല. ബോധം കെടുത്തിയതിന് ശേഷം ചിലപ്പോൾ ലൈംഗികമായി ഇയാളുടെ മനസ്സിൽ അങ്ങനെയായിരിക്കും ഇയാൾ കരുതിയത്, ലൈംഗിക ബന്ധത്തിനിടെ തന്നെ കൊല്ലണം. ചായ ആവശ്യപ്പെട്ടതിന് ശേഷം ബെഡ്റൂമിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ഈ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ ചായ നൽകിയതിനു ശേഷം ആതിരയും കൂടെ വന്നു, ബെഡിൽ ഇരുത്തി. ആ സമയത്താണ് പിന്നീട് മറ്റുള്ള ഇയാൾ കത്തി യഥാർത്ഥത്തിൽ ഈ ബെഡിന്റെ അടിയിലാണ് വെച്ചിരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഗൗതം പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ കേൾക്കുന്ന ഒരു മകനുണ്ട്. നമുക്ക് പൂജാരി തൽക്കാലം മാറ്റി നിർത്താം. അദ്ദേഹം ഒരു ഭർത്താവാണ്, ചിലപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ജീവിതം ഉണ്ടാവും, അദ്ദേഹത്തെ ആരും തെറ്റ് പറയുന്നില്ല. ഈ മകൻ എത്ര വയസ്സുണ്ട്? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ്. അപ്പോൾ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് കേൾക്കുന്ന, അമ്മയെക്കുറിച്ച് കേൾക്കുന്ന കഥകൾ, ആ കുഞ്ഞറിയുന്ന കഥകൾ, ഒരമ്മ എന്നുള്ള നിലയിൽ തന്നെ നാണം കെടുത്തിയിട്ടാണ് ആ സ്ത്രീ ലോകത്ത് നിന്ന് വിടവാങ്ങിയത് എന്ന് ആ കുഞ്ഞറിയുമ്പോൾ, ആ കുഞ്ഞിന് ഇപ്പോൾ അതിനെ ഒന്നും അറിയേണ്ട പ്രായമല്ല. 2 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു 4-5 വർഷം കൂടെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 6 വർഷം കൂടെ കഴിയുമ്പോൾ അവൻ ഈ ലോകത്തെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതുകൊണ്ട് ആതിര അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുടെ ഒരു നീണ്ട ലിസ്റ്റ് അവൻ്റെ കയ്യിൽ കിട്ടും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, പ്രത്യേകിച്ചും ഈ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ എത്രമാത്രം അധിക്ഷേപങ്ങൾ നമ്മുടെ മകനല്ലേ നീ, അല്ല, നമ്മുടെ സമൂഹം ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആരെയും ഇപ്പോൾ ഒരു കമന്റിലൂടെ വരെ മറ്റുള്ളവന്റെ വേദനിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ്, അതായത് മൊത്തത്തില് സാഡിസ്റ്റുകളാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കുഞ്ഞ് പോകുമ്പോഴും വരുമ്പോഴും മറ്റവളുടെ മകളാണ്, അവൻ്റെ നാട്ടിൽ പോയിട്ട് സെറ്റപ്പ് ചെയ്ത്, ഇതൊക്കെ പറയാൻ ആളുകൾക്ക് ഒരു മടിയും ഇല്ല എന്നുള്ള, ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്ന കുറേ എണ്ണം ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരു തൊഴിലുമില്ല, സ്വന്തം ഭാര്യ ആരോടെ പോയാലും, സ്വന്തം അമ്മ ആരോടെ പോയാലും, സ്വന്തം പെങ്ങൾ ആരോടെ പോയാലും ഇവനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ മറ്റുള്ള പെൺകുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. ഇന്നലെ ഒരു കമന്റ് കണ്ടു, ജോൺസൺ തെറ്റുകാരനെയല്ല, ആതിരയാണ് തെറ്റുകാരിയെന്ന്. അപ്പോൾ ഈ ഇത്രയും നാള് ലൈംഗിക ബന്ധത്തിൽ ഒരാൾക്ക് മാത്രമായി ഏർപ്പെടാൻ കഴിയില്ലല്ലോ, 2 പേരുണ്ടെങ്കിലല്ലേ ലൈംഗിക ബന്ധം പറ്റൂ. എനിക്കറിയില്ല ഈ സംഭവങ്ങൾ, ഇതിലെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാം. ഇപ്പോൾ തൽക്കാലം എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും 2 പേരും തെറ്റുകാരാണ്. 2 പേര്, ഒരാൾക്ക് കുടുംബമുണ്ട്, കുഞ്ഞുണ്ട് എന്ന് മനസ്സിലാക്കിയില്ല, മറ്റൊരാൾ ഭാര്യയാണ്, അമ്മയാണ്
എന്ന് മനസ്സിലാക്കിയില്ല. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാന തെറ്റ് ആതിരയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തിന് ഇയാളെ വീട്ടിൽ വിളിച്ച് കയറ്റി? അത് ശരിയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ച് കയറ്റി. ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിവാഹത്തിന് ശേഷം നിങ്ങൾക്ക് സമ്മതമാണ് എങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആൺ സുഹൃത്തിനെ പിന്നെ എന്താ നിങ്ങൾക്കൊപ്പം കൂട്ട ഒരു പെൺ സുഹൃത്തിനൊപ്പം കൂട്ട. പക്ഷേ നിങ്ങൾ ഏതുവരെയാണ് അതിൻ്റെ ലിമിറ്റ് എന്നുള്ളത് നിങ്ങൾ അവരോട് തുടക്കത്തിലേ പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആതിരയെ പോലെ ഇത്തരം പല ആതിരമാർ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴുത്തിൽ കത്തി കയറും. അതെ.